അത്യാവശ്യം നല്ല ഉയരം, നല്ല സുന്ദരൻ, നീട്ടി വളർത്തിയ മുടി. ആ മുടി പുറകിൽ കെട്ടിവെച്ചിരിക്കുന്നു. ധരിച്ചിരിക്കുന്നത് ഒരു ബനിയനാണ്, കൈയില്ലാത്ത ബനിയൻ, ഒരു ജീൻസും. കണ്ട ഒരു ഹിപ്പിയാണെന്ന് തോന്നും. ഒരു കണ്ണട വെച്ചിട്ടുണ്ട്, പ്രസന്നമായ ഒരു മുഖഭാവം. ഇതാണ് കെൻ. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ കെന്നിനെ നമ്മളെങ്ങനെ പരിചയപ്പെട്ടെന്നും ബോസ്നിയയ്ക്കുള്ള യാത്രയ്ക്ക് മുമ്പ് കെന്നിനുമായിട്ടുണ്ടാക്കിയ ധാരണയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കെന്നാണ് ഈ സരയോവോയിൽ നിന്ന് ബോസ്നിയയുടെ മറ്റു ഭാഗങ്ങളിലേക്കുമൊക്കെ എൻ്റെ കൂടെ കാറുമായിട്ട് വന്ന് എന്നെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോവുകയും കഥകൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യേണ്ട ഒരു ലോക്കൽ ഗൈഡ്. ഒരു തരത്തിൽ പറഞ്ഞ ഒരു സുഹൃത്ത് തന്നെയാണ്. പക്ഷേ ഈ മനുഷ്യൻ 7:30 എന്ന് പറഞ്ഞിട്ട് 8 മണി കഴിഞ്ഞപ്പോഴാണ് വരുന്നത്. എനിക്ക് വലിയ ദേഷ്യം തോന്നി. ഇന്നലെ എയർപോർട്ടിൽ എന്നെ സ്വീകരിക്കാൻ വരുമെന്ന് പറഞ്ഞു. എയർപോർട്ടിൽ വന്നില്ല, പകരം വേറൊരാളെ പറഞ്ഞു വിട്ടു. ഇന്നിതാ രാവിലെ 7:30 വരുമെന്ന് പറഞ്ഞിട്ട് 8 മണി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആ പരിഭവവും ദേഷ്യവും മുഖത്ത് കാണിച്ചു. അപ്പോൾ കെന്നെ വളരെ ഭവ്യതയോടെ ചിരിച്ചുകൊണ്ട് ക്ഷമാപണം നടത്തി. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ വരാത്തത് ഞാൻ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഇന്ന് കൃത്യസമയത്ത് ഞാൻ എത്തേണ്ടതായിരുന്നു. വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് എൻ്റെ കാറിനല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ സരയോവോ നഗരത്തിലൂടെ ട്രാം സർവീസ് ഉണ്ട്. അതിലൊരു ട്രാം ഒരു കാറുമായിട്ട് രാവിലെ ഇടിച്ചപ്പോൾ പിന്നാലെ വന്ന വാഹനങ്ങളെല്ലാം ബ്ലോക്കായി. ഞാനും ആ ബ്ലോക്കിൽ പെട്ടു. ഞാൻ അപ്പം തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിരുന്നു, വാട്സപ്പ് ഒന്ന് നോക്കിക്കോളൂ. നിങ്ങൾ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ വാട്സപ്പ് നോക്കിയില്ല, കാരണം ഞാൻ വേറൊരു യുദ്ധത്തിലായിരുന്നു ഇവിടെ റെസ്റ്റോറൻറ്റിൽ. ഈ റെസ്റ്റോറൻറ്റിൽ രാവിലെ 7:30 ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. അത് ഇന്നലെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ 7:30 കെൻ വരികയും ചെയ്യും. 7:30 യാത്ര പുറപ്പെടണം. അപ്പോൾ ഒരു 7 മണിക്കെങ്കിലും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ റെഡിയായി റെസ്റ്റോറൻറ്റിൽ ചെന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഇത്തരം നാടുകളിലൊക്കെ പല ഹോട്ടലുകളിലും വലിയൊരു കിച്ചണൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ ഏതെങ്കിലും ഒരാൾക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലിക്കാരിയോ വന്ന് കുറച്ച് ബ്രെഡ്, കുറച്ച് കേക്കുകൾ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന തരം കുറേ ജ്യൂസുകൾ, ചീസ്, ബട്ടർ, ഇങ്ങനെ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടാവും. നമുക്ക് ചൂടോടെ ആവശ്യപ്പെട്ടാൽ തരുന്നത് ചിലപ്പോൾ ഒരു ഓംലെറ്റ് മാത്രമായിരിക്കും. ഈ ഓംലെറ്റ് മാത്രം അവരപ്പം തന്നെ തത്സമയം ഉണ്ടാക്കിത്തരും. പുഴുങ്ങിയ കുറേ മുട്ടയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ചായയ്ക്കും കാപ്പിക്കുമുള്ള തിളച്ച വെള്ളം ഒരു ഭാഗത്തുണ്ടാവും. കാപ്പിപ്പൊടിയോ ചായ ടീ ബാഗോ ഒക്കെ കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കി വെക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒരുക്കുന്ന ജീവനക്കാരി രാവിലെ 7 മണിക്ക് എത്തുകയുള്ളൂ. അവർ അരമണിക്കൂർ കൊണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് 7:30 മുതൽ ഗസ്റ്റുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇതാണ് ഇത്തരം ഹോട്ടലുകളിലെ സിസ്റ്റം. അപ്പോൾ ഞാൻ 7 മണി ആയപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. അപ്പോൾ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇതെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ല. ഞാൻ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ പറഞ്ഞു, എനിക്ക് 7:30 പോകണം, അപ്പോൾ അതുകൊണ്ട് ഏതാനും വിഭവങ്ങളെങ്കിലും റെഡിയായതുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കഴിച്ചോട്ടെ. അപ്പോൾ അവർ വളരെ നല്ലൊരു ചിരിയോടെ സമ്മതിച്ചു. എന്നിട്ട് അവർ അടുക്കളയിൽ പോയി, സ്റ്റോറിൽ പോയി ചില സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. കുറച്ച് കേക്കുകൾ, കുറച്ച് പഴം, ഗ്രേപ്സ്, ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളും ജ്യൂസും ഒക്കെ. എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി ഞാൻ 7:30 മുതൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കെൻ സമയം തെറ്റിച്ചിരിക്കുന്നത്. ഏതായാലും കെന്നിൻ്റെ ഈ ക്ഷമാപണവും വിശദീകരണവും ഒക്കെ ന്യായമാണെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. സരയോവോയിൽ നിന്ന് ഞങ്ങളിനി മോസ്റ്റാർ എന്ന് പറയുന്ന ഇവരുടെ ഒരു ചരിത്ര നഗരത്തിലേക്കുള്ള യാത്രയാണ്. അതൊരു അത്ഭുത നഗരമാണ്. ആ നഗരമല്ല കാണേണ്ടത്, ആ നഗരത്തിലേക്കുള്ള യാത്രയിൽ ഗ്രാമങ്ങൾ കാണണം, പ്രകൃതിയുടെ അത്ഭുതങ്ങൾ കാണണം, നദികൾ, തടാകങ്ങൾ, ഗ്രാമീണമായ ബോസ്നിയൻ കാഴ്ചകൾ, ഇതൊക്കെയുണ്ട്. നഗരം പിന്നിട്ടു. പിന്നെ ഉൾനാടുകളിലൂടെ പടിഞ്ഞാറൻ ഭാഗത്തേക്കാണ് പോകുന്നത്, ബോസ്നിയയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക്. പല ഗ്രാമങ്ങളും പിന്നിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. നല്ല റോഡൊക്കെയാണ്. ആ ഗ്രാമങ്ങളും വളരെ സുന്ദരമാണ്. നമ്മൾ റോഡിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ വഴിയരികിൽ ചിലപ്പോൾ അതൊരു മുസ്ലിം അല്ലെങ്കിൽ ബോസ്നിയാക്കുകൾ പ്രാധാന്യമുള്ള ഒരു ഗ്രാമമാണെങ്കിൽ അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടാവും. ആ പള്ളിക്ക് ചുറ്റുമായിട്ടായിരിക്കും ഗ്രാമം. ആ ഗ്രാമത്തിൽ നിരവധി ചുവന്ന ഓടിട്ട സുന്ദരമായ വലിയ വൃത്തികേടൊന്നുമില്ലാത്ത വീടുകളുണ്ടാവും. പക്ഷേ അവിടെയൊക്കെ ഈ ഇത്രയും വലിയ ഗ്രാമത്തിൽ മൊത്തമുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 75-80 പേരൊക്കെ ആയിരിക്കും. ചില ഗ്രാമങ്ങളിൽ 100, ചിലയിടത്ത് 200, ചിലയിടത്ത് 50, ചിലയിടത്ത് 8ഉം 10ഉം ഒക്കെ മാത്രമുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ഈ യുദ്ധത്തിനൊക്കെ മുമ്പ് കൂടുതൽ ആളുകളുണ്ടായിരുന്നു. യുഗോസ്ലാവിയൻ കാലത്ത് ഈ മതത്തെ അധികം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, അധികമൊന്നല്ല തീരെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മതചിന്തകളും കുറവായിരുന്നു, അവർ തമ്മിലുള്ള സംഘർഷങ്ങളും കുറവായിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളെല്ലാം വിഘടിക്കപ്പെട്ട് പല രാജ്യങ്ങളായി ചെതറിക്കഴിഞ്ഞപ്പോൾ അവിടെ മതം പ്രധാന കഥാപാത്രമായിട്ട് വന്നു. മതം കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്തേക്ക് വന്നു. മതങ്ങളുടെ പേരിലുള്ള വംശീയത, മതങ്ങളുടെ പേരിലുള്ള ശത്രുത, മതങ്ങളുടെ പേരിലുള്ള പോരാട്ടം ആരംഭിച്ചു. പ്രശ്നം കലുഷിതമായി. ഒരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ ഒരു വനപ്രദേശം പോലത്തെ വിജനപ്രദേശങ്ങളാണ്.
പക്ഷേ ഇവിടെയൊക്കെ ഉള്ളൊരു പ്രത്യേകത, നല്ല വൃത്തിയുണ്ട്. വഴിയോരങ്ങളെ മാലിന്യം കൊണ്ട് നിറയ്ക്കുന്ന ഒന്നുമില്ല. ബാനറുകൾ, പോസ്റ്ററുകൾ, വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്നത്, ഹോർഡിങ്ങുകൾ പോലുമില്ല. നല്ല വൃത്തിയുള്ള മരങ്ങൾ നിറഞ്ഞ വഴിയോരങ്ങൾ, പിന്നെ കുന്നുകൾ, മലകൾ, പർവ്വതങ്ങൾ, പിന്നെ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികൾ, ഇങ്ങനെ സ്വച്ഛസുന്ദരമാണ്. അത് കഴിയുമ്പോൾ ഒരു ഗ്രാമം എത്തും. ഗ്രാമത്തിന് കൊണ്ടൊരു അച്ചടക്കം. ഉള്ളിൽ ഈ പറഞ്ഞ സംഘർഷങ്ങൾ പുകയുന്നുണ്ടെങ്കിലും വംശീയ പ്രശ്നങ്ങളുണ്ടെങ്കിലും കാഴ്ചയിൽ അതിമനോഹരമായൊരു രാജ്യമാണ്, അതിമനോഹരമായൊരു ഭൂപ്രകൃതിയാണ് ഈ നാടിൻ്റെ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ സരയേവോ ഉപരോധ കാലഘട്ടത്തിൻ്റെ കഥകൾ ഇയാളോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പം കെൻ പറഞ്ഞു, സരയേവോ ഉപരോധം നടന്നിരുന്നത് 1993-നും 95-നും ഇടയ്ക്കുള്ളൊരു കാലത്താണ്. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. എനിക്കിപ്പോൾ 27 വയസ്സേ ആയിട്ടുള്ളൂ. എൻ്റെ മാതാപിതാക്കൾ ഈ കഥകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയുടെ കാലമായിരുന്നു. പ്രതിസന്ധി എന്നല്ല, ജീവിച്ചിരിക്കുമെന്ന് ഇവർക്ക് ഒരു ഉറപ്പുമില്ലായിരുന്നു. 3 കൊല്ലം, ഒന്ന് ആലോചിച്ച് നോക്കൂ, 3 കൊല്ലം ഒരു പട്ടണം, ചെറിയൊരു പട്ടണം സരയേവോ, ഈ നഗരം മൊത്തം ശത്രു സൈന്യം 3 കൊല്ലം വളഞ്ഞു വെച്ചു. ഇതിനകത്തേക്ക് ഭക്ഷ്യവസ്തുക്കൾ, മരുന്ന്, അത്യാവശ്യ വസ്തുക്കൾ, കറണ്ട് ഒന്നുമില്ല. അങ്ങനെ ഒരു 3 കൊല്ലം ഒരു പട്ടണത്തിലെ ജനം മുഴുവൻ ജീവിക്കേണ്ടി വന്നാൽ എത്ര പേര് അവശേഷിക്കും? മാത്രമല്ല, ആ നഗരത്തിൻ്റെ പിന്നാമ്പുറത്തേക്കോ വീടിൻ്റെ പുറത്തേക്കോ ഇറങ്ങി എന്തെങ്കിലും കൃഷി ചെയ്താൽ, അല്ലെങ്കിൽ കൃഷിയിടത്ത് എന്തെങ്കിലും പറിച്ചെടുക്കാമെന്ന് കരുതി, അല്ലെങ്കിൽ ഏതെങ്കിലും കിട്ടുന്ന ഒരു വീട്ടിൽ പോയി ഒരു സാധനം കടം വാങ്ങാം, അല്ലെങ്കിൽ ഒരു കടയിൽ പോയി എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് തെരുവിലേക്ക് ഇറങ്ങിയാൽ ആ നഗരത്തിന് ചുറ്റുമുള്ള മലനിരകളിൽ നിരന്നിരിക്കുന്ന ഷാർപ്പ് ഷൂട്ടർമാർ, സ്നൈപ്പർമാർ വെടിവെച്ചിടും. കുറച്ച് ആളുകൾ ഇതിനെ പ്രതിഷേധിക്കാൻ ഒത്തുകൂടി നഗരചത്വരത്തിൽ എവിടെയെങ്കിലും കൂടിയാൽ അതിന് നടുക്കോട്ടൊരു ഷെല്ല് വന്ന് വീഴും. ശരാശരി 100 പേരെങ്കിലും കൊല്ലപ്പെടാത്ത ഒരു ദിവസവും സരയേവോയ്ക്ക് ആ കാലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കഥകളൊക്കെ അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്കെല്ലാം പറയും. ഇയാളുടെ പിതാവ് ഈ ബോസ്നിയൻ സീക്രട്ട് പോലീസ് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ നടന്ന പല കഥകളും കെന്നിനറിയാം. അമ്മ ഒരു അധ്യാപികയായിരുന്നു. പലരും അവരുടെ വീട്ടിലെ മുറ്റത്ത്, ചെടിച്ചട്ടിയിൽ, പാരപ്പറ്റിൽ, ബാൽക്കണിയിൽ ഒക്കെ കുറച്ച് മണ്ണൊക്കെ മുറ്റത്ത് പോയി ശേഖരിച്ചുകൊണ്ട് വന്ന് ഈ ചെടിച്ചട്ടിയിലും ഈ പാരപ്പറ്റിലും ഒക്കെ തക്കാളിയുടെ വിത്തുകൾ മുളപ്പിച്ചു. അതിൽ നിന്ന് ദിവസം കിട്ടുന്ന ഒരു തക്കാളി അതുകൊണ്ടൊരു സൂപ്പുണ്ടാക്കി കുടുംബാംഗങ്ങളെല്ലാം കൂടെ കഴിക്കും. ഒരു ദിവസത്തേക്ക് അത് വീതം വെച്ച് കഴിക്കും. ഇങ്ങനെയാണ് മാസങ്ങളോളം, വർഷങ്ങളോളം ഇവർ അതിജീവിച്ചത്. അതിനിടയ്ക്ക് രോഗം വന്നും പട്ടിണിയുടെ മൂർധന്യത്തിലും ഒക്കെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണു. അപ്പം വളരെ വേദനിപ്പിക്കുന്ന, നമുക്ക് മലയാളികൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ ബോസ്നിയാക്കുകൾ കടന്നുപോയത്, അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം കടന്നുപോയത്. നമ്മളൊരു കോവിഡ് കാലത്ത് അടച്ചുപൂട്ടി വീട്ടിലിരുന്നപ്പോഴും നമുക്ക് ഭക്ഷണം കിട്ടുമായിരുന്നു. എത്തിച്ചു തരുന്ന സന്നദ്ധ സംഘടനകളുണ്ടായിരുന്നു, സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ അയൽക്കാരെങ്കിലും എത്തിച്ചു തരുമായിരുന്നു. ആരും പട്ടിണി കിടന്ന് മരിച്ചിട്ടില്ല. ഇതല്ല, പുറത്തേക്കിറങ്ങിയാൽ വെടിയുണ്ട നമ്മളെ കാത്തിരിക്കുന്നു, പീരങ്കി ഷെല്ലുകൾ നമ്മളെ കാത്തിരിക്കുന്നു. എങ്ങോട്ടും പോയി ആരുടെ അടുത്തൊന്നും വാങ്ങാൻ കഴിയില്ല. രോഗം വന്നാൽ, ഗുരുതരമായ പരിക്ക് പറ്റിയാൽ, വെടിയുണ്ടയേറ്റ് മരണാസന്നനായാൽ ചികിത്സിക്കാൻ മരുന്നില്ല. വേദന തിന്ന് നീറി ഇഞ്ചിഞ്ചായി മരിക്കുക. ഒരു നഗരം മുഴുവൻ അങ്ങനെയായിരുന്നു. നമുക്കൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ബോസ്നിയൻ യുദ്ധം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാവാം. ആ നാളുകളിൽ 93-95 കാലഘട്ടത്തിൽ ടെലിവിഷനിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് നിർവികാരതയോടെ നമ്മൾ കണ്ടിരുന്നിട്ടുണ്ടാവാം. പക്ഷേ അത് അനുഭവിച്ച മനുഷ്യരുടെ ഇടയിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിക്കുന്നത്. അത് അനുഭവിച്ച ഒരു കുടുംബത്തിൻ്റെ കഥയാണ് കെന്നോട് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഗ്രാമങ്ങൾ പിന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓടുമ്പോൾ ഓരോ ഗ്രാമത്തിലും എത്തുമ്പോൾ ഞാൻ കെന്നോട് ചോദിക്കും, ഈ ഗ്രാമത്തിൻ്റെ പേരെന്താ? കെൻ ഗ്രാമത്തിൻ്റെ പേര് പറയും. ചിലയിടത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ചിലയിടത്ത് എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ കെൻ അതിൻ്റെ വിശേഷങ്ങൾ പറയും. കുറേ വിവരങ്ങളൊക്കെ കെന്നിനറിയാം. ഈ ഗ്രാമത്തിൽ ബോസ്നിയാക്കുകൾ മാത്രമേ ഉള്ളൂ. വേറൊരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പറയും, ഇവിടെ ക്രൊയേഷ്യൻ വംശജർ മാത്രമുള്ളതാണ്, മറ്റുള്ളവർ അവിടെ താമസിക്കില്ല. വേറൊരിടത്ത് സെർബുകൾ മാത്രമാണ്. എന്നാൽ അപൂർവം ചില ഗ്രാമങ്ങളിൽ ഇവർ 3 താമസിക്കുന്നുണ്ട്. അത്തരം ഗ്രാമങ്ങളിൽ അവരിപ്പോൾ വഴക്കൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഉള്ളിൽ സംഘർഷമുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മതചിന്തയുടെ പേരിൽ സ്വന്തം മതം മാത്രമാണ് മികച്ചത്, അല്ലെങ്കിൽ സ്വന്തം വംശത്തിന് മാത്രമേ ഈ നാട്ടിൽ അവകാശമുള്ളൂ, എൻ്റെ വംശത്തിൻ്റെ അവകാശമാണ് ഈ നാട് എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഒരു നാട് തകർച്ചയുടെ പടുകുഴിയിലേക്ക് വീഴുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ഈ ബോസ്നിയയിൽ കൂടെ ഒരു 3-4 ദിവസം സഞ്ചരിച്ചാൽ മതി. ഇന്നും അവിടെ പുകയുന്ന അസ്വസ്ഥതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീട്ടുവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളും യുദ്ധചരിത്രവും അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് ഇങ്ങനെ ഓടി നമ്മൾ ആദ്യത്തെ സ്റ്റോപ്പിലേക്ക് എത്തുകയാണ്. കൊഞ്ഞിറ്റ്സ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്കാണ് എത്തുന്നത്. കൊഞ്ഞിറ്റ്സ് പട്ടണം നെരേത്വ നദിയുടെ തീരത്താണ്. നെരേത്വയാണ് ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു നദി. ഈ കൊഞ്ഞിറ്റ്സ് ടൂറിസ്റ്റുകൾ എത്തുന്നൊരു നഗരം കൂടിയാണ്.
അതിൻ്റെ 2-3 കാരണങ്ങളുണ്ട്. ഈ നെരേത്തോ നദി, അതിലുള്ളൊരു പാലവും മനോഹരമായ നദീതീരങ്ങളും എല്ലാം ആളുകളെ ആകർഷിക്കുന്നൊരു സ്ഥലമാണ്. സ്റ്റാറ ചുപ്രിയ എന്ന് പറയുന്ന ഒരു പാലമുണ്ട്, ഒരു ആർച്ച് പാലമാണ്. ഒരു 6-7 ആർച്ചുകൾ നദിക്ക് കുറുകെയുള്ള കല്ലുകൊണ്ട് കെട്ടിപ്പണിത, തുർക്കികളുടെ കാലത്ത് AD 1600-കളിൽ പണിത ഒരു മനോഹരമായൊരു പാലം. ഈ പാലം ഈ ആഭ്യന്തര യുദ്ധകാലത്ത് തകർന്നു പോയിരുന്നു കുറേയൊക്കെ, അതിൻ്റെ മേൽഭാഗം. അത് പിന്നീട് അടുത്ത കാലത്താണ് പുനർനിർമ്മിച്ചത്. പക്ഷേ അത് ചരിത്രമുള്ളൊരു പാലമാണ്, മനോഹരമായ കല്ലുകൊണ്ടുള്ളൊരു പാലം. അതിൽ കൂടെ വാഹനങ്ങളൊന്നും പോവില്ല, പണ്ട് പോകുമായിരുന്നു. പക്ഷേ ഇന്ന് ആളുകൾക്ക് നടക്കാൻ മാത്രമുള്ളൊരു പാലമാണ്. ഈ നദീതീരത്തൊക്കെ മനോഹരമായ കോഫി ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, സുവനീർ കടകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ നഗരത്തിൻ്റെ കുന്നിൻ്റെ മുകളിലൊരു ഭാഗത്ത് കാർ കൊണ്ടുപോയി നിർത്തിയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി, നടന്നിറങ്ങി താഴേക്ക്. അപ്പോൾ നടന്നിറങ്ങുമ്പോൾ ഒരു ഭാഗത്ത് വലിയൊരു സെമിത്തേരി കാണാം. ഈ സെമിത്തേരിയിൽ ഇവിടുത്തെ യുദ്ധകാലത്ത് മരിച്ച നിരവധി ആളുകളെ സംസ്കരിച്ചിരിക്കുന്ന ഒരു സെമിത്തേരിയാണ്. 100 കണക്കിന് ആളുകൾ ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട്. യുദ്ധത്തിൽ എത്രയായിരം ആളുകളാണെന്നറിയോ ഈ 90-കളിൽ പോലും മരിച്ചു വീണത് അവിടെ. കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പം അവിടെ എല്ലാം ഷൂട്ട് ചെയ്ത് താഴേക്ക് ഇറങ്ങി വരുമ്പം ഈ നദീതീരത്തേക്ക് നമ്മളെത്തും. ശുദ്ധമായ തെളിഞ്ഞ ജലം ഒഴുകുന്ന നദിയാണ്. എത്രയോ നഗരങ്ങളെ പിന്നിട്ട് വരുന്നൊരു നദിയാണെങ്കിലും നമുക്ക് അടി കാണാം. അതുപോലെ നല്ല തെളിഞ്ഞ ജലം. നമുക്ക് അത്ഭുതം തോന്നും, നമ്മുടെ ഏത് നദിയാണ് അടിത്തിട്ട് കാണാൻ കഴിയുന്നത്? ശുദ്ധജലം ഒഴുകുന്നുള്ളത്. മാലിന്യവാഹിനികളാണല്ലോ നമ്മുടെ നദികൾ. ഈ പറഞ്ഞ യൂറോപ്യൻ നാടുകളിലെല്ലാം നദികളുടെ ഓരം ചേർന്ന് റോഡാണ്. കെട്ടിടങ്ങളെല്ലാം റോഡിലേക്കും നദിയിലേക്കുമാണ് ഫേസ് ചെയ്യുന്നത്. വീടിൻ്റെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ മുന്നിൽ നിന്ന് നദിയിലേക്ക് ആരും മാലിന്യം വലിച്ചെറിയുന്നില്ല. നദിക്കും റോഡിനും ഇടയ്ക്കുള്ള ഭാഗം ആളുകൾക്ക് വന്ന് വിശ്രമിക്കാവുന്ന ഇരിപ്പിടങ്ങൾ ഒരുക്കിയ, കല്ല് കെട്ടിയ സുന്ദരമായ പ്രൊമനേഡുകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. അവിടെ ആളുകൾ വിശ്രമിക്കാൻ വരുന്ന, കാഴ്ചകൾ കാണാൻ വന്നിരിക്കുന്ന, വൈകുന്നേരം ഒത്തുചേരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അതിനെ ഭംഗിയായി ഒരുക്കി വെക്കുന്നു. അതുകൊണ്ട് തന്നെ മാലിന്യം നദികളിലേക്ക് ഒഴുക്കുന്നില്ല. പിന്നെ ഒരു സാംസ്കാരിക ബോധവും ഇത്തരം നാടുകളിലുണ്ട്. ഈ നദി മലിനമാകരുത് എന്ന് ആ നാട്ടുകാർ തന്നെ വിശ്വസിക്കുന്നു. നദിയെ അവർ സ്നേഹിക്കുന്നുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്ന അവർ കുറച്ചുകൂടെ കൂടുതലാണെന്ന് വേണേൽ പറയാം. നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ളൊരു സംസ്കാരം വരേണ്ടതാണ്. പെരിയാറാവട്ടെ, ഭാരതപ്പുഴയാവട്ടെ, കല്ലായിപ്പുഴയാവട്ടെ, ഇതിൻ്റെയൊക്കെ വിധി എന്ന് പറയുന്നത് ആ നഗരത്തിൻ്റെയൊക്കെ മാലിന്യങ്ങൾ വഹിക്കാനാണ്. ഇവിടെ അങ്ങനെയല്ല. നല്ല ശുദ്ധമായ തെളിജലം ഒഴുകുന്ന നദിയാണിത്, നെരേത്വ നദി. ആ നദിക്ക് കുറുകെയുള്ള പാലത്തിന് മുകളിലൂടെ നടക്കാം. ഈ പാലത്തിൻ്റെ നടുക്ക് ഒരു മാർക്കുണ്ട്. അതെന്താണെന്നറിയോ? അവിടം കൊണ്ട് ബോസ്നിയ തീരുകയാണ്, അതിനപ്പുറം ഹെർസഗോവിനയാണ്. സത്യത്തിൽ ഇപ്പോൾ ഒരു രാജ്യമാണെങ്കിലും അവിടം 2 സംസ്കാരങ്ങളുടെ അതിരാണ്. വേണ്ടി വന്നാൽ ഭാവിയിൽ 2 രാജ്യങ്ങളായി പോകാവുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ 2 ഭൂപ്രദേശങ്ങളുടെ, 2 സംസ്കാരങ്ങളുടെ അതിരി ഈ പാലത്തിൻ്റെ ഒത്ത മധ്യമാണ്. അവിടെ പോയി ആളുകൾ ഫോട്ടോ എടുക്കുന്ന ടൂറിസ്റ്റുകൾ. ഞാൻ മറുകരയിലേക്ക് വീണ്ടും നടന്നു. മറുകരയിൽ കുറേ കടകളും റെസ്റ്റോറൻറ്റുകളും സൂനിയർ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടല്ലോ. അവിടുന്ന് തിരിച്ചു നടന്നു. തിരിച്ചു വരുമ്പോൾ ഇങ്ങേക്കരയിലൊരു വലിയ സ്മാരകമുണ്ട്. അവിടെ ഈ യുദ്ധകാലത്ത് മരിച്ച 20 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സ്മാരകമാണ്. നിരവധി പേരുകൾ അതിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ നേരം ആ പട്ടണത്തിലൂടെ നടന്നു. അവിടുന്ന് യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പം കെൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ ചെറുതായിട്ട് കഴിച്ചു. അപ്പോൾ എന്താ വേണ്ടേ? അപ്പോൾ നമുക്ക് ഇച്ചിരി ഭക്ഷണം വാങ്ങിച്ചാലോ? ഞാൻ ചോദിച്ചു, ഇവിടെ റെസ്റ്റോറൻറ്റ് ഒന്നും വേണ്ടതേ, നമുക്ക് ഏതെങ്കിലും ഒരു ബേക്കറി പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാം. ശരി, അങ്ങനെ ഞങ്ങളൊരു ബേക്കറിയിലേക്ക് ചെന്ന് കയറി. ആ ബേക്കറിയിൽ തനത് ബോസ്നിയൻ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ സാൻഡ്വിച്ചുകളുണ്ട്. കെന്നിന് ആവശ്യമുള്ളതെല്ലാം കുറേ സാധനങ്ങൾ എടുത്തു. പിന്നെ 1-2 ജ്യൂസ്, പിന്നെ ഒരു കാപ്പി, ഇതൊക്കെ വാങ്ങി. അപ്പോൾ എനിക്കും വേണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തു. അങ്ങനെ ഞങ്ങളൊരു കാരി ബാഗിൽ വാങ്ങി കാറിൽ കയറി. ഞാൻ പറഞ്ഞു, കെൻ, ഇനി നമ്മൾ മുമ്പോട്ട് യാത്ര തുടരുന്നതിന് മുമ്പ് ഈ കൊഞ്ഞിറ്റ്സ് പ്രദേശത്ത് ഉള്ള ഉള്ളിലേക്കുള്ളൊരു ഗ്രാമത്തിൽ നമുക്ക് പോകാൻ പറ്റുമോ? ഒരു 6-7 വീടുകൾ അല്ലെങ്കിൽ 8-10 വീടുകൾ മാത്രമായിട്ട് കൃഷിയുമായിട്ട് ആളുകൾ ജീവിക്കുന്ന ഈ നഗരത്തിൻ്റെ ഒരു കാഴ്ചയൊന്നും അല്ലാത്ത ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? കെൻ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇവിടെ അടുത്ത് ലൂക്കിയ എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. ഞാൻ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് നേരത്തെ ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് മോസ്റ്റാറിലേക്ക് പോകണമെന്നുള്ള ഒരു നിർബന്ധം കാരണം ഞാനത് ഒഴിവാക്കിയതാണ്. കാരണം ഇതെല്ലാം കൂടി ഇന്ന് നടക്കുമെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചു, ഈ ലൂക്കിയ എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് ഒരു 3-4-5 കിലോമീറ്ററേ കാണുള്ളൂ. അത് നമുക്കങ്ങ് പോകാം. ശരി, പോയേക്കാം. അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ഗംഭീരമായൊരു കാഴ്ചയാണത്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഉണ്ടായിട്ടാണ് നിങ്ങൾ മിണ്ടാതിരുന്നത്, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. അങ്ങനെ ഞങ്ങൾ പോകേണ്ട വഴിയിൽ നിന്ന് തിരിഞ്ഞ് ഈ നെരേത്വ നദിയുടെ ഓരം ചേർന്ന് കുറേ ദൂരം ഓടി. അത് കഴിഞ്ഞ് നെരേത്വ നദിക്ക് കുറുകെയുള്ളൊരു പാലം കടന്നു. പിന്നെ കൊഞ്ഞിറ്റ്സ് നഗരം പിന്നിട്ട് മല കയറി തുടങ്ങി. കുറേ ദൂരം മല കയറി ഓടി
കുറേ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ടാർ റോഡൊക്കെ കഴിഞ്ഞു. പിന്നെ മൺപാതയിലൂടെയായി ഓടുന്നത്. മൺപാതയിലൂടെ ഓടുമ്പോൾ ഒറ്റപ്പെട്ട പല വീടുകൾ കാണാം. മലയാണ്, ഈ മലപാതയാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ ചിലയിടത്ത് കൃഷിയിടങ്ങളുണ്ട്, ചിലയിടത്ത് വെറുതെ മരങ്ങൾ വളർന്നു നിൽക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഓടി കൃഷിയിടങ്ങളെന്ന് പറയുന്നത് ചെറിയ ചെറിയ കൃഷിയിടങ്ങളാണ്, ചെറിയ ചെറിയ ഭൂമിയാണ്, ചെറിയ ചെറിയ പുരയിടങ്ങളാണ്. അത് പിന്നിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ വീടുകളുടെയൊക്കെ അടുത്ത് മുറ്റത്ത് തന്നെ വിറക് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിരിക്കുന്നു. വിറകെന്ന് പറഞ്ഞാൽ അറുത്തെടുത്ത തടി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. യൂറോപ്പിലൊക്കെ നമ്മൾ പല ഗ്രാമങ്ങളിലും ഇങ്ങനെ കാണാറുണ്ട്. അവർക്ക് വിൻ്റർ വരുമ്പോൾ, തണുപ്പ് കാലം വരുമ്പോഴേക്കും വീട് ചൂടാക്കാനും പാചകത്തിനുമൊക്കെയുള്ള വിറക് ഇവർ നേരത്തെ തന്നെ വേനൽക്കാലത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കും. അപ്പോൾ മിക്കവാറും വീടിൻ്റെ തിണ്ണകളിൽ ഇത്തരത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന വിറക് കാണാം. പശുത്തൊഴുത്തുകളുണ്ട്. അതുപോലെ തന്നെ വൈക്കോല് തുറു ആക്കി വെച്ചിരിക്കുന്നു. അതിനെ പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയിട്ടിരിക്കുന്നു ചിലയിടത്ത്. അങ്ങനെ ഓടി ഓടി വണ്ടി പോകിയല്ലാത്തൊരിടത്ത് വണ്ടി എത്തി. ഇനി അങ്ങോട്ട് വഴിയില്ല. അവിടെ വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ അവിടെ ഒരു 3-4 വീടുകളുണ്ട്. 1-2 വീട് താഴെ കുറച്ചകലെ. ഞങ്ങൾ വണ്ടി നിർത്തിയതിന് തൊട്ടടുത്ത് തന്നെ 1-2 വീടുകൾ. അപ്പോൾ അതിൻ്റെ മുറ്റത്ത് 2-3 പേര് നിൽക്കുന്നുണ്ട്. ഇത്തിരി മധ്യവയസ്സ് പിന്നിട്ട ഒരാളുണ്ട്, പിന്നെ 2 സ്ത്രീകളുണ്ട്. അപ്പോൾ കെന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് വിശേഷങ്ങൾ പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ടെലിവിഷനിൽ നിന്ന് ഒരാൾ വന്നതാണെന്നൊക്കെയാണ് എന്ന് തോന്നുന്നു, അവരുടെ ഭാഷയിൽ പറഞ്ഞു. അപ്പോഴത്തേക്കും ആ വൃദ്ധനായ മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വന്നു, എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, വാ അകത്തേക്ക് വന്നിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അപരിചിതനായ ഒരു മനുഷ്യനാണ്, ആദ്യമായിട്ട് കാണുകയാണ്. ഒരു വീട്ടിലകത്തേക്ക് ഇരിക്കാമെന്നാണ് പറയുന്നത്, ഒരു കാപ്പി കുടിച്ചിട്ട് പോകാമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, കാപ്പിയൊന്നും വേണ്ട, എന്നാൽ പിന്നെ ഒരു ആപ്പിൾ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ആപ്പിൾ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ആപ്പിൾ മരത്തിൽ നിന്ന് ഒരു 2-3 ആപ്പിൾ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് 2 പേർക്കും തന്നു. പിന്നെയും പോയി പറിച്ചു, കുറച്ചുകൂടെ കൊണ്ടുവന്നു. ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. ഈ സ്ത്രീകൾ കെന്നിനോട് വിശേഷങ്ങൾ ചോദിക്കുന്നു. ഇന്ത്യയെക്കുറിച്ചാണ് ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളെക്കുറിച്ചാണ്, അവിടുത്തെ ജീവിതത്തെക്കുറിച്ചാണ്. ഞാൻ ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ച് കെന്നു വഴി ഇവരോട് ചോദിച്ചു. മക്കളുണ്ട്, 3 പെൺമക്കളാണ്. ഈ 3 പെൺമക്കളും സരയോവിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഭാര്യയും ഭർത്താവും മാത്രമാണുള്ളത്. കൂടെയുള്ള മറ്റൊരു സ്ത്രീ ഉള്ളത് അടുത്ത വീട്ടിലെ സ്ത്രീയാണ്. അവർക്ക് പശു വളർത്തലാണ് പ്രധാനമായിട്ടും. ചീസൊക്കെ ഉണ്ടാക്കും. ഇവർക്ക്, ഈ വീട്ടുകാർക്ക് കുറേ കൃഷികളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് തക്കാളി, ക്യാരറ്റ്, ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചു തന്നു. അപ്പുറം അതിൻ്റെ കൃഷി നടക്കുന്ന സ്ഥലങ്ങൾ കാണിച്ചു തന്നു. പിന്നെ ഇവർക്കുമുണ്ട് കുറച്ച് പശുക്കൾ, പലവിധ കൃഷികളാണ് ചെയ്യുന്നത്. പിന്നെ ആപ്പിളുണ്ട്. ഈ വീടിൻ്റെ മുറ്റത്ത് ഒരു പന്തലിട്ടുണ്ട്. ഈ വീടുകൾക്കെല്ലാം മുറ്റത്തൊരു പന്തലുണ്ട്. ഈ പന്തൽ മുന്തിരിപ്പന്തലാണ്. അതിൽ മുന്തിരി വിളഞ്ഞു വന്നിരിക്കുന്നത് കാണാം. പറിക്കാറായിട്ടില്ല. അപ്പോൾ മുന്തിരിയുടെ കൃഷിയുണ്ട്. പിന്നെ ഇവർ ഈ മുന്തിരി കൊണ്ട് വൈൻ ഉണ്ടാക്കും, ആ വൈൻ വിൽക്കും. അങ്ങനെ അറ്റപ്പറ്റ ജീവിച്ചു പോകാം. പക്ഷേ ഈ ജീവിതമൊന്നും പോരാ അടുത്ത തലമുറയ്ക്ക്. അതുകൊണ്ട് അവർ പട്ടണത്തിലേക്ക് തൊഴിൽ തേടി പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രാമത്തിലൊരു 10-12 വീടുകളാണ് മൊത്തത്തിലുള്ളത്. ആ വീടുകളിലെ മിക്കവാറും വീടുകളിലൊന്നും കുട്ടികളില്ല. അവരെല്ലാം പട്ടണത്തിലേക്ക് പോയിരിക്കുന്നു. ചിലരൊക്കെ രാജ്യം വിട്ട് തന്നെ പോയിരിക്കുന്നു. അപ്പോൾ ഈ ഗ്രാമത്തിൽ ഇപ്പോൾ ഉള്ളത് കുറച്ച് വയസ്സന്മാരും വയസ്സുകളും മാത്രമേ ഉള്ളൂ. അവരുടെ കാലം കഴിഞ്ഞാൽ ഈ ഗ്രാമം എങ്ങനെയാവും എന്നൊക്കെ അവർക്ക് ആശങ്കയുണ്ട്. അതൊന്നും ഇപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിലാണ് അവർ വർത്തമാനം പറയുന്നത്. അപ്പോൾ കെൻ പറഞ്ഞു, നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പോകണ്ടേ? അപ്പം ഈ വീട്ടുകാരോട് ചോദിച്ചു അങ്ങോട്ട് പോകുന്ന വഴി. അപ്പോൾ ഇവരുടെ പറമ്പിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതിലൂടെ ഞങ്ങൾ കാറിനിടയ്ക്കൂടെ അങ്ങ് നടന്ന് പറമ്പിൽ കൂടെ, അത് നടന്നു പോകാനുള്ളൊരു വഴിയേ ഉള്ളൂ, അങ്ങോട്ട് വണ്ടിയൊന്നും പോവില്ല. അങ്ങനെ നടന്നു പോകുമ്പം ഈ വീട്ടുകാരൻ്റെ കൃഷിയിടമൊക്കെ ഉണ്ട്. തക്കാളി കൃഷി നടക്കുന്നു. ഒരു ഭാഗത്ത് വലിയ ഒരു തൊഴുത്തുണ്ട്. തൊഴുത്തിൻ്റെ മേൽക്കൂരയിൽ മുകളിൽ മച്ചിൽ വൈക്കോൽ അട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ വൈക്കോൽ തുറുവുണ്ട്. വൈക്കോൽ നനയാതിരിക്കാനായി ഒരു പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നടന്ന് കുറച്ച് ഇറക്കം ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പം അവിടെ ഒരു വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. 2ആയിട്ട് വെള്ളം ഇങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളം ചാടുന്ന, ഒരു 10-30 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴുന്നു. പക്ഷെ നിറയെ വെള്ളമുണ്ട്. രസകരമാണ്. നല്ല സുന്ദരമായ പ്രകൃതി. കിളികളുടെ ശബ്ദം, കിളികളുടെ കൂജനം എന്ന വാക്ക് തന്നെ വേണം ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ആ വെള്ളം വന്ന് വീണിട്ട് ഇങ്ങനെ ഒഴുകിപ്പോകും. നല്ല തെളിഞ്ഞ ശുദ്ധജലം. അതിനകത്തോട്ട് അങ്ങ് ചാടി നീന്താൻ നമുക്ക് തോന്നുന്ന മട്ടിൽ. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരാൾ ഇതൊക്കെ കണ്ട് അവിടെ ഇരിക്കുന്നു. ഒരൊറ്റപ്പെട്ട മനുഷ്യൻ. അയാളുടെ പുറത്തൊരു ബാക്ക് പാക്കുണ്ട്. ബൈക്കറാണ്. ബൈക്കറുടെ ഒരു വേഷമാണ് ധരിച്ചിരിക്കുന്നത്. അയാൾ ഈ കാഴ്ച കണ്ടങ്ങനെ ഇരിക്കുക. ഞങ്ങൾ ചെന്നൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു തിട്ടയിൽ ഈ വെള്ളം ചാടുന്നതും കണ്ടങ്ങനെ ഇരിക്കുന്നു. കയ്യിലൊരു ഗോപ്രോ ക്യാമറയുണ്ട്. അവിടെ ചെന്ന് കെൻ ഇയാളെ വിളിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ അയാൾ ഈ ബോസ്നിയ ഹെർസഗോവിനയിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. അയാൾ ഈ നാട്ടുകാരൻ തന്നെയാണ്. പക്ഷേ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട്, ഈ ദിവസങ്ങളിൽ അവധി ആയതുകൊണ്ട്, അവധി ദിവസങ്ങളെല്ലാം ഇയാൾ ബൈക്ക് എടുത്ത് കറങ്ങും. കെൻ കാറിൽ നിന്ന് ഈ പൊതി എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിച്ച പലഹാരങ്ങൾ. അങ്ങനെ കെന്ന് ആ വെള്ളച്ചാട്ടത്തിൻ്റെ വക്കിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുറച്ച് ഭക്ഷണം ഞാനും കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു നടന്നു. തിരിച്ചു ചെല്ലുമ്പോഴും ഈ വീട്ടുകാരവിടെ കാത്തു നിൽക്കുന്നുണ്ട്. വീണ്ടും കെന്നുമായിട്ട് കുറേ നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞു.
ഇവരൊരാളെ പുറത്തുനിന്ന് വന്ന ഒരു അതിഥിയെ കിട്ടിയാൽ വീട്ടിൽ കയറ്റി സൽക്കരിച്ചേ വിടൂ. ഞാനാണ് അതിന് തടസ്സം നിന്നത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ, ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ചു, ഇനി ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ്. നമുക്കറിയില്ല ഇത്തരം വീടുകളിൽ അവർക്ക് ഭക്ഷണം നമുക്ക് തരാനിവിടെയുള്ള കരുതി വെച്ചിട്ടുണ്ടാവുമോ. അവർ വിളിച്ചു എന്നുള്ളത് ശരി തന്നെ, പക്ഷേ അവരുടെ ഉച്ചനേരത്തെ ഭക്ഷണമാണോ നമ്മളെടുത്ത് കഴിച്ചിട്ട് പോകുന്നതെന്ന് എനിക്ക് പലപ്പോഴും ആശങ്ക ഉണ്ടായിട്ടുണ്ട്. പല നാട്ടിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് ഞാനിവിടെയൊക്കെ ഇത്തിരി റിസർവ്ഡാണ്. ഞങ്ങളവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. ഓടിട്ട വീടുകൾ, വിറകടുക്കി വെച്ച വീടുകൾ, കന്നുകാലി തൊഴുത്ത് വീടിനോട് ചേർന്ന് തനി ഗ്രാമീണ ജീവിതം, അതൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ അവിടുന്ന് കുഞ്ഞിച്ച് പട്ടണത്തിലേക്ക് തിരികെ വന്നു. കുഞ്ഞിച്ചിൽ നിന്ന് നെരേത്വ നദിയുടെ തീരം ചേർന്ന് പിന്നെ നമ്മൾ വീണ്ടും ഓടുകയാണ്. കുറേ ഓടിക്കഴിയുമ്പോഴത്തേക്കും നെരേത്വ വലിയൊരു തടാകമായിട്ട് രൂപപ്പെടുന്നു. ആ തടാകം ഒരു ഡാമിൻ്റെ റിസർവോയറാണ്. ഈ നെരേത്വ നദിയിലുണ്ടാക്കിയിരിക്കുന്ന വലിയൊരു ഡാം കൃഷിക്ക് വേണ്ടിയാണ് ആ ജലം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ വാട്ടർ സ്പോർട്സും ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്പോട്ടുകളും എല്ലാം ഈ തടാകത്തിലും നെരേത്വ നദിയുടെ തീരങ്ങളിലും എല്ലാം ഉണ്ട്. ഈ തടാകത്തിൻ്റെ പേര് യബ്ലാനിറ്റ്സ എന്നാണ്. യബ്ലാനിറ്റ്സ തടാകം. യബ്ലാനിറ്റ്സ തടാകം എന്ന് പേര് വരാൻ കാര്യം യബ്ലാനിറ്റ്സ എന്ന് പറയുന്നൊരു പട്ടണമുണ്ട്. ആ പട്ടണത്തിൻ്റെ അടുത്ത് തന്നെയാണിത്. ഈ തടാകവും പിന്നിട്ട് നമ്മൾ പിന്നെ ചെല്ലുന്നത് യബ്ലാനിറ്റ്സ എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ്. യബ്ലാനിറ്റ്സ ചരിത്രമുള്ളൊരു പട്ടണമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ കൊടിയ യുദ്ധം നടന്നൊരു പട്ടണം. അവിടേക്ക് വണ്ടി വിട്ടു. ആ പട്ടണത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു മ്യൂസിയവും സ്മാരകവും എല്ലാം ഉണ്ട്. അവിടേക്ക് കാറ് കൊണ്ടുപോയി നിർത്തി, ഒരു പാർക്കിംഗ് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നു. ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് വലിയൊരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം ഒരു യുദ്ധസ്മാരകമാണ്, യുദ്ധ മ്യൂസിയമാണ്. രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന കാലത്ത് ഈ ഭാഗത്ത് യുഗോസ്ലാവിയയുടെ മാർഷൽ ടിറ്റോ ഒരു ഭാഗത്തും ആ യുഗോസ്ലാവിയൻ സൈന്യം ഒരു ഭാഗത്തും ജർമ്മനിയുടെ നാസി പട്ടയാക്കളുടെ ഹിറ്റ്ലറുടെ സൈന്യം മറ്റൊരു ഭാഗത്തുമായിട്ട് ഘോര യുദ്ധം നടന്ന സ്ഥലമാണ്. ഇവിടെ ഇവരുടെ 20,000 സൈനികരും നാസികളുടെ 100,000 സൈനികരും തമ്മിലായിരുന്നു പോരാട്ടം. ഇവർ പരാജയപ്പെട്ടു. യുദ്ധവിമാനങ്ങളുടെ എല്ലാ അകമ്പടിയോടെ ബോംബിങ്ങും വലിയ യുദ്ധവും നടന്നൊരു സ്ഥലം. ഈ യബ്ലാനിറ്റ്സയിൽ തന്നെ 20,000 യുഗോസ്ലാവിയൻ ഭടന്മാർ കൊല്ലപ്പെട്ടു. അവരുടെ ഒരു സ്മാരകവും കൂടിയാണ്. അവിടെ ഒരു ട്രെയിൻ, പഴയ ഒരു തീവണ്ടി എഞ്ചിൻ ഒരു പാളത്തിൽ ഇങ്ങനെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. വലിയൊരു മലയുടെ വക്കിലാണ് ഈ സ്മാരകമൊക്കെ. ഈ വക്കിൽ തന്നെയാണ് ഈ തീവണ്ടി, പഴയ തീവണ്ടി എഞ്ചിനും 2 ബോഗികളോടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മറുവശം കുത്തനെയുള്ളൊരു മലയിടുക്കാണ്. അതിൻ്റെ താഴെ കൂടെ നെരേത്വ നദി ഒഴുകും നമുക്ക് കാണാം. ഈ നെരേത്വ നദിക്ക് അപ്പുറം മറ്റൊരു മലയാണ്. അപ്പോൾ ആ മലയിൽ നിന്ന് ഈ മലയിലേക്ക് ഒരു പാലം ഉണ്ടായിരുന്നു പണ്ട്. ഒരു റെയിൽവേ ബ്രിഡ്ജ്, ഉരുക്ക് കൊണ്ടുള്ള ഒരു റെയിൽ ബ്രിഡ്ജായിരുന്നു. ആ ബ്രിഡ്ജായിരുന്നു പടിഞ്ഞാറൻ ബോസ്നിയ അല്ലെങ്കിൽ ഹെസഗോവിന പ്രദേശത്തെയും ബോസ്നിയയും തമ്മിൽ കണക്ട് ചെയ്ത് തീവണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അഡ്രിയാറ്റിക് സമുദ്രതീരത്ത് നിന്ന് കിഴക്കോട്ട് തീവണ്ടികൾ ഓടിക്കൊണ്ടിരുന്നതാണ്. അതിനെ നാസി പടയാളികളുടെ അല്ലെങ്കിൽ നാസി യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തകർത്തു. ഇപ്പോഴും നമുക്കവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാം അന്ന് തകർന്ന മട്ടിൽ ആ പാലം നദിയിലേക്ക് വീണ് കിടക്കുന്നത്. അതൊരു സ്മാരകമായിട്ട് ഇന്ന് നിലനിർത്തിയിരിക്കുക. ഇപ്പോൾ അപ്പുറേ വേറൊരു പാലം പണിതിട്ടുണ്ടെങ്കിലും ഇതാണ് അവിടുത്തെ പ്രധാന കാഴ്ച. ഒരു വശത്ത് ഈ പാലം, തകർന്നു വീണ പാലം കടന്ന് ഇപ്പോഴത്തേക്ക് തീവണ്ടി വന്ന് നിൽക്കുന്ന മട്ടിലാണ് തീവണ്ടി നിൽക്കുന്നത്. തീവണ്ടി എഞ്ചിനും 2 ബോഗികളും. ആ പഴഞ്ചൻ തീവണ്ടിയാണ്. ആ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഓടിയിരുന്ന അതേ തീവണ്ടി അവിടെ വെച്ച് ഓട്ടം അവസാനിപ്പിച്ച മട്ടിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങേ മലയിലൂടെ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട്. അതിലൂടെ തീവണ്ടി കടന്നു പോകുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പം. ഭീകരമായൊരു യുദ്ധത്തിൻ്റെ സ്മരണ ഉണർത്തുന്ന ആ പ്രദേശത്ത് നിന്ന് നമ്മൾ ഷൂട്ടെല്ലാം ചെയ്ത് വീണ്ടും യാത്ര തുടരുകയാണ്. യാത്ര തുടരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധമാവട്ടെ, ഒന്നാം ലോക മഹായുദ്ധമാവട്ടെ, അതിനുശേഷം 90കളിൽ നടന്ന ഈ ബോസ്നിയയും സെർബിയയും തമ്മിൽ നടന്ന യുദ്ധമാവട്ടെ, ഈ ജനങ്ങളൊക്കെ എന്തുമാത്രം യാതനകൾ അനുഭവിച്ചിരിക്കുന്നു. ഉറ്റവരെയും ഉടയവരെയും സ്വന്തക്കാരെയും ഒക്കെ നിരന്തരം ഓരോ ദിവസവും ഓരോ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടില്ലേ? അവർക്കെല്ലാം കൊല്ലപ്പെട്ടില്ലേ? അവർക്കൊരു നിർവികാരത ഉണ്ടായിട്ടുണ്ടാവില്ലേ? അവർക്ക് യുദ്ധങ്ങളോടൊക്കെ ഒരു നിസ്സംഗത ഉണ്ടായിട്ടുണ്ടാവില്ലേ? മരണമെന്ന് പറയുന്നത് അവർക്കൊരു വലിയ വിഷയമല്ലാതായി തോന്നിയിട്ടുണ്ടാവില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ അവർ ബാങ്കിൽ സമ്പാദിച്ചു വെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരായി മാറിയത്? ജീവിച്ചിരിക്കുന്ന കാലം ജീവിതം ആഘോഷമാക്കുക, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ലോകം കാണാൻ കഴിയുന്ന ആളുകളാവുക, അതിനുശേഷം ഏത് നിമിഷവും മരണത്തെ പുൽകാൻ ആത്മവിശ്വാസത്തോടെ നടന്നു പോകാൻ കഴിയുന്നവരായിട്ട് ജീവിക്കുക എന്നൊക്കെയുള്ളൊരു ഫിലോസഫിയിലേക്ക് അവർ മാറിയിട്ടുണ്ടാവുക ഈ നിരന്തര യുദ്ധങ്ങളും ഈ നിരന്തര യാതനകളും പീഡനങ്ങളും ആയിരിക്കില്ലേ? ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അടുത്തത് നമ്മൾ ഒരു മലയിടുക്കിലേക്ക് എത്തുകയാണ്. മലയിടുക്കല്ല, ഗോർജ് എന്ന് വേണേൽ പറയാം. കൂറ്റൻ പർവ്വതങ്ങളിൽ ഉയർന്നു നിൽക്കുന്നതിന് ഇടയ്ക്കുകൂടെ നദി ഒഴുകുന്നു. ആ നദിയുടെ ഓരം ചേർന്നുള്ള റോഡ് അതിമനോഹരമായൊരു സീനിക് റൂട്ടാണ്. ആ നദിക്ക് അവിടെ നല്ല ആഴമാണ്. അവിടെയും ഒരു ചെറിയ ഡാമുണ്ട്, ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അത്രയും വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നത്. അതിൻ്റെ ഓരത്തുകൂടെ ഒരു വശത്ത് ഈ ജലാശയം, ഈ നദി, മറുവശത്ത് കൂറ്റൻ പർവ്വതം ഉയർന്നു നിൽക്കുന്നു.
ഈ നദിക്ക് അപ്പുറവും കൂറ്റൻ പർവ്വതം ഉയർന്നു നിൽക്കുന്നു. 2 പർവ്വതങ്ങളുടെ ഇടുക്കിലൂടെ മനോഹരമായൊരു പാത. ആ പാതയിലൂടെ കുറേ ദൂരം കൂടി ഓടി നമ്മൾ മോസ്റ്റാർ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് എത്തുകയാണ്. നഗരത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പാർക്കിംഗ് കൊണ്ടുപോയി വണ്ടി ഇട്ടു. എന്നിട്ട് കെൻ പറഞ്ഞു, നമുക്കിനി നടക്കണം, ഇനി ഓൾഡ് ടൗണിലേക്കാണ് പോകുന്നത്, അവിടേക്ക് വണ്ടി വിടാൻ പറ്റില്ല, നമുക്ക് നടന്നു തന്നെ കാണണം. ഞാൻ ഇറങ്ങി. വഴിയിലെങ്ങും ഒരു ടൂറിസ്റ്റിനെ പോലും കാണുന്നില്ലാത്തൊരു സ്ഥലം. ക്യാമറ എടുത്ത് ഞങ്ങൾ നടപ്പം തുടങ്ങി. നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ സ്ഥാപനങ്ങൾ, കടകളൊക്കെ. അത് കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞപ്പോഴത്തേക്കും കല്ല് വിരിച്ച ഒരു പാതയിലേക്ക് കയറി. നിലത്ത് കല്ലാണ്, ടാറിട്ടിരിക്കുകയല്ല. അവിടേക്ക് തിരിയുമ്പം ആ വഴിയിൽ കാണുന്ന മുഴുവൻ റെസ്റ്റോറൻറ്റുകളാണ്. കുറച്ച് നടന്നു കഴിയുമ്പോൾ ഈ റെസ്റ്റോറൻറ്റുകളിലെല്ലാം ടൂറിസ്റ്റുകൾ ഇരിക്കുന്നു. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ വഴിയോരങ്ങളിൽ സുവനീർ കടകൾ, കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ, ആഭരണങ്ങൾ വിൽക്കുന്ന കടകൾ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുടെ എണ്ണം കൂടി വരുന്നു. ഈ കാണുന്ന റെസ്റ്റോറൻറ്റുകളിലെല്ലാം നിറയെ ആളുകൾ, ടൂറിസ്റ്റുകൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് വേറൊരു ലോകം തന്നെയാണ്. പുരാതനമായ കെട്ടിടങ്ങളാണ്, കല്ലുകൊണ്ട് പണിത കെട്ടിടങ്ങൾ, കല്ലിൻ്റെ സ്ലാബ് കൊണ്ടുള്ള മേൽക്കൂരകൾ, ഓടലിട്ടിരിക്കുന്ന സ്ലേറ്റ് കല്ലുകളാണ് മേൽക്കൂരയായിട്ടിരിക്കുന്നത്, ചെരിഞ്ഞ മേൽക്കൂര, പുരാതനമായ കെട്ടിടങ്ങൾ. അതിൻ്റെ മുറ്റത്തിട്ട കസേരകളിൽ ആളുകളിരിക്കുന്നു, റെസ്റ്റോറൻറ്റുകൾ പോലെ ഭക്ഷണം കഴിക്കുന്നു, സുവനീർ കടകൾ. വീണ്ടും നടക്കുമ്പോഴത്തേക്കും നമ്മൾ അത്ഭുതകരമായ ഒരു പുരാനഗരത്തിലേക്ക് എത്തുകയാണ്. ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഈ നഗരം എന്ന് നമുക്ക് തോന്നിപ്പോകും. അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ ഈ നഗരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറുന്നു. അതിമനോഹരമായ ടൂറിസ്റ്റുകൾ നിറഞ്ഞൊഴുകുന്ന ഒരു നഗരം. അവിടെ ഒരു വക്കിലേക്ക് ചെല്ലുമ്പോൾ, ഒരു മുകളിലാണ് ഈ നഗരം, അതിൻ്റെ ഒരു വക്കിലേക്ക് ചെല്ലുമ്പോൾ താഴെക്കൂടെ നിരത്വ നദി ഒഴുകുന്നത് കാണാം. ആ നിരത്വ നദിക്ക് കുറുകെ ഒരു പാലമുണ്ട്, കല്ലുകൊണ്ട് പണിത ഒരു ആർച്ച് പോലെ നിൽക്കുന്ന ഒരു കൂനൻ പാലം. അവരുടെ ഭാഷയിൽ അതിനെ ക്രിവാ കുപ്രിയ എന്നാണ് വിളിക്കുക. ക്രിവാ കുപ്രിയ എന്ന് പറഞ്ഞാൽ കൂനുള്ള പാലം എന്നാണ് അതിൻ്റെ അർത്ഥം. അതവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നൊരു പാലമാണ്, ഒരു ആർച്ച് ബ്രിഡ്ജാണ്. ഈ നദിക്ക് കുറുകെ കല്ലുകൊണ്ട് പണിതൊരു ആർച്ച് ബ്രിഡ്ജ്. ഇതല്ല, ഇതിനേക്കാൾ ഗംഭീരമായൊരു പാലമാണ് ഈ മോസ്റ്റാറിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്, ഇത്രയേറെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി മാറിയ ഒരു പാലമുണ്ട് അവിടെ. ആ പാലം കാണാനും ആ പാലത്തിൻ്റെ സമീപത്തെ ഓൾഡ് ടൗണിൻ്റെ കാഴ്ചകൾ കാണും, അവിടുത്തെ ജീവിതം അനുഭവിക്കാനും ഒക്കെയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പോൾ അങ്ങനെ തെരുവിലൂടെ നടന്ന് കുറച്ച് ചെന്നപ്പോൾ കെൻ പറഞ്ഞു, നമുക്ക് താഴേക്ക് ഇറങ്ങാം. അങ്ങനെ അവിടെ നിന്ന് താഴേക്ക് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പ് ഇറങ്ങി, കല്ലുകൊണ്ടുള്ള സ്റ്റെപ്പുകളാണ്, പ്രാകൃതമായി കെട്ടിയിരിക്കുന്ന നടകളാണ്. അതിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റെ 2 വശത്ത് ഈ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റുകളാണ്. മരച്ചവടുകളിലും റെസ്റ്റോറൻറ്റ് തിണ്ണകളിലും ഒക്കെ ആളുകൾ ഭക്ഷണം കഴിച്ചിരിക്കുന്നു, ബീർ നുണഞ്ഞിരിക്കുന്നു, ജ്യൂസ് കുടിച്ചിരിക്കുന്നു, കാപ്പി കുടിച്ചിരിക്കുന്നു, ലഘുഭക്ഷണം കഴിക്കുന്നു, കഥ പറഞ്ഞിരിക്കുന്നു. 100 കണക്കിന് ടൂറിസ്റ്റുകൾ. ഉച്ചനേരമായി. ഉച്ചനേരത്തെ ആളുകൾ കാഴ്ചകളിലേക്ക് പോകുന്നതിനേക്കാൾ റെസ്റ്റോറൻറ്റുകളിൽ എവിടെയെങ്കിലും ചെറിയ തണുപ്പത്തിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കഥ പറഞ്ഞിരിക്കുന്നതിൽ വിശ്വസിക്കുന്നവരായി ടൂറിസ്റ്റുകൾ. അങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങി നമ്മൾ ചെല്ലുന്നത് ഈ നെരേത്വ നദിയുടെ തീരത്തേക്കാണ്. അതിമനോഹരമായൊരു തീരം, പാറക്കെട്ടുകളുള്ളൊരു തീരം. അതിലൂടെ ശാന്തമായി നദി ഒഴുകുന്നു, നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് നദി ഒഴുകുന്നു. അപ്പോൾ കെന്നെ അതിൻ്റെ പിന്നിലേക്ക് ചൂണ്ടിയിട്ട് കാണിച്ച് അങ്ങോട്ടും നോക്കാൻ പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, നമുക്ക് തലയ്ക്ക് മുകളിൽ ഒരു 8 നില കെട്ടിടത്തേക്കാൾ ഉയരത്തിൽ ഒരാർച്ച്, ഒരു വളഞ്ഞ പാലം, കല്ലുകൊണ്ട് പണിത ഒരു ഗംഭീര ബ്രിഡ്ജ്. അതാണ് ഈ നഗരത്തിലെ ഏറ്റവും പ്രധാന ആകർഷണം. ഈ ബോസ്നിയയിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ടൂറിസ്റ്റ് ആകർഷണം. സ്റ്റാറി മോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓൾഡ് ബ്രിഡ്ജ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓട്ടോമാൻ തുർക്കികളുടെ കാലഘട്ടത്തിൽ 1667 പണിത ഒരു പാലമാണത്. ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് അടുക്കി പണിത, നദിയിൽ നിന്ന് ഒരു തൂണ് പോലുമില്ലാതെ 2 കരയിലുമുള്ള മലകളെ കണക്ട് ചെയ്തുകൊണ്ട് പണിത ഒരു ഗംഭീര പാലം. ഈ പാലത്തിൻ്റെ 2 കരയിലുമുള്ള ഈ മലയുടെ 2 ക്ലിഫുകളിലുമായിട്ടാണ് നഗരം രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പാലം ചെന്ന് ഇറങ്ങുന്നത് ഒരു ഗോപുരത്തിലേക്കാണ്. പാലം തുടങ്ങുന്നത് ഒരു ഗോപുരത്തിൽ നിന്നാണ്. പണ്ട് കാലത്ത് ഈ പാലം കടന്നായിരുന്നു ചരക്ക് നീക്കം. അതിന് ചുങ്കം പിരിവുകാരുണ്ടായിരുന്നു. അവരെ നിയന്ത്രിച്ചിരുന്ന കാവൽക്കാരുടെയും ഭടന്മാരുടെയും ഒക്കെ കെട്ടിടങ്ങളുണ്ട്, കാവൽപ്പുരകളുണ്ട്. ഇതെല്ലാം ചേർന്ന മനോഹരമായ നിർമ്മിതി. നമ്മൾ ഈ നദീതീരത്ത് നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു അത്ഭുത നിർമ്മിതി. അതിൻ്റെ 2 വശങ്ങളിലുമായിട്ട് പുരാതനമായ നഗരം, സ്ലേറ്റ് കല്ലുകൊണ്ട് മേൽക്കൂര തീർത്ത, കല്ലിൽ പണിത കെട്ടിടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ നഗരം. ഈ തെളിഞ്ഞ ജലത്തിലൂടെ ആവട്ടെ, നദിയിലൂടെ ആവട്ടെ, ഈ ബോട്ടുകൾ, ചെറിയ ബോട്ടുകൾ, ഡിങ്കി ബോട്ടുകൾ എന്ന് പറയുന്ന കാറ്റ് നിറച്ച ബോട്ടുകളിൽ ടൂറിസ്റ്റുകൾ തലങ്ങും വിലങ്ങും പായുന്നു. അവരെ പുതിയ ട്രിപ്പുകൾക്കായി ബോട്ടിലേക്ക് കയറ്റുന്ന ജീവനക്കാരെ. പാലത്തിൻ്റെ ഏറ്റവും മുകളിലെ കൈവരിയിൽ നിന്ന് താഴേക്ക് ആളുകൾ ചാടുമായിരുന്നു അടുത്ത കാലം വരെ. എന്തിനാണെന്നറിയോ? പൈസയ്ക്ക് വേണ്ടി. €1 കൊടുത്താൽ നമ്മൾ പറഞ്ഞാൽ അവിടെ ചാടാൻ ആളുകൾ റെഡിയാണ്. ഈ 2 കരയിലുമുള്ള പണിയില്ലാത്ത ചെറുപ്പക്കാരും പിള്ളേരും ഒക്കെ ആ പണിയായിരുന്നു. ടൂറിസ്റ്റുകളിൽ നിന്ന് $1 മേടിക്കും, അല്ലെങ്കിൽ €1 മേടിക്കും, എന്നിട്ട് താഴേക്ക് ചാടും, വീണ്ടും കയറി വരും, €1 മേടിക്കും, ചാടും. ഈ ചാട്ടം തൊഴിലാക്കിയവരുണ്ടായിരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്ന ആ സ്റ്റാറി മോസ്റ്റിൻ്റെ ചോട്ടിൽ, ആ നദിക്കരയിൽ നിന്ന് ആ അത്ഭുത കാഴ്ചകൾ ആസ്വദിച്ച് ഞാനും കെന്നോടെ നിന്നു.
ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.